കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട ജനദ്രോഹ സമീപനത്തെ സംബന്ധിച്ചാണ്. ഒന്ന്, SIR വിഷയമുണ്ട്. നേരത്തെ നമ്മളെല്ലാം എഴുതിയതാണ്. SIR പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ 1,86,179 പേര് വോട്ടില്ല എന്ന കണക്ക് വന്ന വിവരങ്ങൾ പത്രങ്ങൾക്ക് അനൗൺസ് ചെയ്താണ്. അതിൽ 39,000 സ്ഥലത്തില്ലാത്ത മരണപ്പെട്ടു വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഉണ്ടാക്കിയ പ്രയാസങ്ങളെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകം പറയാനില്ല. കാരണം ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും കേരള ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെല്ലാം അതിശക്തമായി അതിനെ എതിർക്കുക മാത്രമല്ല കോടതി വരെ പോയ സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും ഇതിനെല്ലാം വോട്ട് ചേർത്താൻ വേണ്ടി സഹായിക്കുന്ന സമീപനമല്ല അതിനകത്ത് സ്വീകരിച്ചു വരുന്നത്. ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളെപ്പോലും റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമീപനം സ്വീകരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇനീഷ്യൽ തെറ്റി രേഖകളെല്ലാം കൊടുത്തിട്ടും M മെഹബൂബ് എന്ന് പറയുന്ന ഇനീഷ്യൽ K മെഹബൂബ് എന്നായി. അത് KM ആകാൻ അതിൻ്റെ നടപടി പിന്നീട് ആദ്യം മുതലേയുള്ള നടപടിയായിട്ട് സ്വീകരിക്കേണ്ട സ്ഥിതിയാണ്. അതേപോലെ സാധാരണ ഫാദറുടെയോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയോ നാമധേയം വെച്ചിട്ടായിരിക്കും നമ്മുടെ പേര് ഐഡൻറ്റിറ്റി കാർഡിലൊക്കെ ഉള്ളത്. അത് മാറിപ്പോയിട്ട് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണത്. അതിനോടെല്ലാം എടുക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ സമീപനം വളരെ വളരെ മോശമായ ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇലക്ഷൻ്റെ ഇപ്പം ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ പ്രധാനമായി ഉയർത്തിപ്പിടിക്കുന്നൊരു കാര്യം, കഴിഞ്ഞ 23-ാം തീയതി അടുത്ത നിയമസഭയുടെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ആണ് ആ വോട്ടർ പട്ടിക. ആ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള വോട്ടർ പട്ടികയായി പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ജില്ലയിൽ തികച്ചും അശാസ്ത്രീയമായ രീതിയിൽ, അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ഒരു ബൂത്ത് എന്ന് പറയുന്നത് ആ ബൂത്ത് ബന്ധപ്പെട്ട ഒരു സ്ഥലമായിരിക്കണം. ഇവിടെ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് ബൂത്തിനകത്ത് അശോകപുരത്ത് ഒരു 10 വോട്ടർമാർ, അതേപോലെ തന്നെ വണ്ടിപ്പേട്ടയിലുള്ളൊരു 10 വോട്ടർമാർ, അതിനിടയിൽ 2-3 ബൂത്തുകൾ വേറെ ഉണ്ട്. ഇത് വ്യാപകമാണ്. ഒരു സ്ഥലത്താണ് സാധാരണ അപൂർവമായിട്ട് ഒരു സ്ഥലത്തൊക്കെ വരാറുണ്ട്. ഇത് ഈ ജില്ലയിൽ ഞങ്ങൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ ജില്ലയുടെ 13 മണ്ഡലങ്ങളിലും ഇത് വ്യാപകമാണ്. അപ്പം ബൂത്ത് എന്ന് പറയുന്നത് ഒന്ന് മെൻഷൻ ചെയ്ത് പ്രായോഗികമായി അതിൻ്റെ സ്ഥല സൗകര്യങ്ങൾ കാണാത്ത രീതിയിലാണ് വോട്ടർ പട്ടികയിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇത് മാറ്റാൻ ചോദിക്കുമ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതിനിധിയായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ്. അദ്ദേഹത്തിനും അതിൽ അവ്യക്തതയുള്ള രീതിയാണ്. അത് പറ്റുമോ എന്ന യോഗം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ ജില്ലാതലത്തിലുള്ള BLAമാരുടെ യോഗമൊക്കെ വിളിച്ച സമയത്ത് നോക്കാം, ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്ന സമീപനമാണ് അതിൽ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ CPMൻ്റെ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നതാണ് ഇന്ന് നിങ്ങളെ വിളിച്ച് ഞങ്ങളിത് പറയുമ്പോൾ പറയാനുള്ളൊരു കാര്യം. കാരണം പൗരരുടെ സമ്മതിദാനാവകാശം ഉറപ്പുവരുത്താനുള്ള ഭരണഘടനാ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ നിർവഹിക്കുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷൻ തിടുക്കപ്പെട്ട് തീവ്ര പരിഷ്കരണം അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിക്ഷിപ്തമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ന്യായമായി സംശയിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. എല്ലാ വോട്ടർമാരുടെയും സമ്മതിദാനാവകാശം ഉറപ്പുവരുത്താനും വോട്ടർ പട്ടികയിൽ വന്നതും ബൂത്തുകൾ ക്രമീകരിച്ചപ്പോൾ വന്ന അപാകതകളും പരിഹരിക്കാൻ അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇടപെടണം എന്ന ആവശ്യത്തിൽ ഉന്നയിക്കുകയാണ്. കോഴിക്കോട് ജില്ലയുടെ ഈ പ്രതിഷേധം ഇലക്ഷൻ കമ്മീഷനെ മെയിൽ ചെയ്ത് ഞങ്ങളിപ്പോൾ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലെ കുറേ എവിഡൻസ് കൂടി എടുത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതാണ് ഈ കാര്യത്തെ സംബന്ധിക്കുന്നത്. ഇതുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സൗകര്യമല്ല, വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടുത്ത് ഉള്ള പോളിംഗ് സ്റ്റേഷൻ അപ്പുറത്ത് കഷ്ണങ്ങളായിട്ടുള്ള കുറേ വോട്ടർമാർ
ഒരു പഞ്ചായത്താണെങ്കിൽ ആ പഞ്ചായത്തിൻ്റെ മറ്റേ അറ്റത്തും ഇപ്പുറത്തറ്റത്തെല്ലാം പോയി വോട്ട് ചെയ്യേണ്ട ഒരു സ്ഥിതി വരുന്നുണ്ട്. ഇത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. അത് ആ രീതിയിൽ നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലം മുതൽ ഈ കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ചുകൊണ്ടുള്ളൊരു വോട്ടർ പട്ടികയാണ് നമ്മുടെ അനുഭവമുള്ളത്. ഇത്തവണത്തെ വോട്ടർ പട്ടികയിലെ അവസരമാണ്.